മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1000 gram വാട്ടർ. 1000 gram വാട്ടറിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ മാസാണ് നൽകിയിരിക്കുന്നത്. മാസ് നൽകിയാൽ അതിൽ നിന്നും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാസ് തന്നിരുന്നാൽ നമ്പർ ഓഫ് മോൾസ് എന്നത് മാസ് ഇൻ ഗ്രാംസ് ബൈ മോളാർ മാസ് ആണ്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മാസ് ഇൻ ഗ്രാംസ് 1000 gram ആണ് തന്നിരിക്കുന്ന മാസ്, ഡിവൈഡഡ് ബൈ H2O-യുടെ മോളാർ മാസ്. നമ്മൾ H2O-യുടെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. H2O-യുടെ മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ ആറ്റം ആറ്റോമിക് മാസ് 1 × 2 പ്ലസ് ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 × 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 + 16, it is equal to 18. Therefore, molar mass 18 gram. ഡിവൈഡ് ചെയ്താൽ 55.55 മോൾസ് എന്ന് നമുക്ക് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ അതിൽ നിന്നും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ സാധിക്കും. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പറാണ്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 × 10⁻23. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 55.55 × 6.022 × 10⁻23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 6.022 × 10⁻24 O2 മോളിക്യൂൾസ്. 6.022 × 10⁻24 O2 മോളിക്യൂൾസിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് മാസ് കാണാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, പാർട്ടിക്കിളിൻ്റെ എണ്ണം തന്നാൽ നമ്പർ ഓഫ് മോൾസ് എന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പറാണ് 6.022 × 10⁻23. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.022 × 10⁻24 ഡിവൈഡഡ് ബൈ 6.022 × 10⁻23. ഈസിയായി ഡിവൈഡ് ചെയ്യാം. നമുക്ക് 10 മോൾസ് എന്ന് കിട്ടി. മോൾസിൻ്റെ എണ്ണം കിട്ടിയാൽ മാസ് കണക്കാക്കാം. സോ മാസ് ഇൻ ഗ്രാംസ്, ഗ്രാമിലുള്ള മാസ് എന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് 10 × മോളാർ മാസ്. O2-വിൻ്റെ മോളാർ മാസ്, നമ്മൾ O2-വിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കുന്നു. O2 2 ഓക്സിജൻ ആറ്റമാണുള്ളത്. സോ 16 × 2, ഇറ്റ് ഈസ് ഈക്വൽ ടു 32. Therefore 10 × മോളാർ മാസ് 32 gram. ഇറ്റ് ഈസ് ഈക്വൽ ടു 320 gram. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 88 gram CO2 at STP. 88 gram CO2-വിൻ്റെ വോളിയം STPയിൽ എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മാസ് തന്നിട്ട് അതിൽ നിന്നും വോളിയം കണക്കാക്കാനാണ്. നമുക്ക് മാസിൽ നിന്നും ഡയറക്റ്റ് വോളിയം കണക്കാക്കാൻ സാധിക്കില്ല. ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് മോൾസ്, ഇവിടെ മാസ് ആണ് നൽകിയിരിക്കുന്നത്. Therefore number of moles is equal to mass in grams divided by molar mass.
മാസ് ഇൻ ഗ്രാംസ് 88 ഗ്രാം ഡിവൈഡഡ് ബൈ CO2വിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് അഥവാ മോളാർ മാസ്. CO2വിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കാം. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ഇൻറ്റു 2 ദാറ്റ് ഈസ് 12 പ്ലസ് 32 ഇറ്റ് ഈസ് 44. So 88 gram by 44 gram. So number of moles is equal to 2. മോൾസിൻ്റെ എണ്ണം കിട്ടിയാൽ നമുക്ക് എസ് ടി പിയിലുള്ള വോളിയം കണക്കാക്കാം. വോളിയം അറ്റ് എസ് ടി പി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ലിറ്റർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 22.4 ലിറ്റർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 44.8 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഇൻ 85 ഗ്രാം NH3. 85 ഗ്രാം NH3യിലെ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസും കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ മാസാണ് നൽകിയിരിക്കുന്നത്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം മാസ് നൽകിയാൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് 85 ഗ്രാം ഡിവൈഡഡ് ബൈ NH3യുടെ മോളാർ മാസ്. നമുക്ക് NH3യുടെ മോളിക്കുലാർ മാസ് കണക്കാക്കാം. നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. 14 ഇൻറ്റു 1 പ്ലസ് ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്. 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 14 പ്ലസ് 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 17. Therefore number of moles is equal to 85 gram divided by 17 gram. So it is equal to 5 moles. മോൾസിൻ്റെ എണ്ണം കിട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുന്നതിനായി ആ നമ്പർ ഓഫ് മോൾസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. നമുക്കിവിടെ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടി. അടുത്തതായി നമ്പർ ഓഫ് ആറ്റംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. NH3 ഒരു NH3 മോളിക്യൂളിൽ 4 ആറ്റംസ് ആണുള്ളത്. ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ആറ്റംസിൻ്റെ എണ്ണം കിട്ടുന്നതിനായി ആ മോളിക്യൂൾസിൻ്റെ എണ്ണത്തെ ഒരു മോളിക്യൂളിലുള്ള ആറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. NH3 4 ആറ്റമുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടാനായി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ മോളിക്യൂൾസിൻ്റെ എണ്ണത്തെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. Next question, calculate the mass of one magnesium atom. ഒരു മഗ്നീഷ്യം ആറ്റത്തിൻ്റെ മാസ് കണക്കാക്കണം. ഇവിടെ ഒരു ഹിൻഡ് നൽകിയിട്ടുണ്ട്. അറ്റോമിക് മാസ് ഓഫ് മഗ്നീഷ്യം 24 യൂണിഫൈഡ് മാസാണ്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം മഗ്നീഷ്യത്തിൻ്റെ മോളാർ മാസ് 24 ഗ്രാം ആണ്. സോ നമുക്ക് ആദ്യം എഴുതാൻ പറ്റും മോളാർ മാസ് ഓഫ് മഗ്നീഷ്യം. മോളാർ മാസ് ഓഫ് മഗ്നീഷ്യം 24 ഗ്രാം ആണ്. നമ്മൾ പഠിച്ചു മോളാർ മാസ് എന്നാൽ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസാണ്. ഒരു മോൾ എന്നാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ. ദെയർഫോർ വി ക്യാൻ റൈറ്റ് മാസ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 മഗ്നീഷ്യം ആറ്റംസ് ഈസ് ഈക്വൽ ടു 24 ഗ്രാം. ഒരു മോളിൻ്റെ മാസ് എന്നാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിളിൻ്റെ മാസാണ്. ദെയർഫോർ മാസ് ഓഫ്
6.022 into 10⁻23 magnesium atoms is equal to 24 gram. ഇത്രയും പാർട്ടിക്കിളിൻ്റെ മാസ് 24 ഗ്രാം ആണ് എങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് കാണാൻ വേണ്ടി ഈ 24 ഗ്രാമിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. Therefore, mass of one magnesium atom is equal to 24 gram divided by 6.022 into 10⁻23. ഇതേ ഫോമുല ഉപയോഗിച്ച് നമുക്ക് എല്ലാ ആറ്റംസിൻ്റെയും മാസ് കണക്കാക്കാൻ സാധിക്കും. ആ എലമെൻറ്റിൻ്റെ മോളാർ മാസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ഇക്വേഷൻസിനെ എങ്ങനെ മോൾ കൺസെപ്റ്റുമായി ബന്ധിപ്പിക്കാം എന്നതാണ്. ഒരു കെമിക്കൽ ഇക്വേഷനാണ് ബോർഡിൽ നൽകിയിരിക്കുന്നത്. H2 + O2 gives H2O. എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നത് റിയാക്റ്റൻസ് ആണ്, റൈറ്റ് സൈഡിൽ എഴുതുന്നത് പ്രോഡക്റ്റും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ നമ്മളതിനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ലെഫ്റ്റിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, റൈറ്റിലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 2 ആണ്. ഇവിടെ ഓക്സിജൻ ആറ്റം 2 ആണ്, റൈറ്റിൽ ഒരു ഓക്സിജൻ ആറ്റേ ഉള്ളൂ. നമ്മൾ ബാലൻസ് ചെയ്യുന്ന വിധം ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. സോ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2H2O എന്നായി. ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണം 2 × 2 4 ആയി. ഇവിടെ 2 ഉള്ളൂ. സോ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 സൈഡിലെയും ആറ്റംസിൻ്റെ എണ്ണം ഈക്വലായി. അതിനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നൽകിയാൽ നമുക്കതിനെ മോൾ കൺസെപ്റ്റുമായി ബന്ധിപ്പിക്കാം. ഇവിടെ 2 H2 മോളിക്യൂൾ ഒരു O2 മോളിക്യൂളുമായി റിയാക്ട് ചെയ്ത് 2 H2O മോളിക്യൂൾ ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം. നമ്മൾ മോളിക്യൂൾ എന്നതിന് പകരം മോൾ എന്ന കൺസെപ്റ്റ് എടുത്താൽ 2 മോൾ H2 1 മോൾ O2വുമായി റിയാക്ട് ചെയ്താൽ 2 മോൾ H2O കിട്ടുന്നു. നമുക്കവയുടെ മോളാർ മാസ് എടുത്തും നമുക്ക് ഇത് പറയാൻ സാധിക്കും. മോളാർ വോളിയവുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കാൽക്കുലേഷനെ നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് എന്നാണ് പറയുന്നത്. കെമിക്കൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് പരിഗണിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് H2O പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 32 gram CH4. 32 gram CH4 അഥവാ മീഥെയിൻ കമ്പസ്റ്റന് വിധേയമായി ഉണ്ടാകുന്ന H2Oയുടെ മാസ് കണക്കാക്കുക. നമ്മൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് എഴുതേണ്ടത്. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. മീഥെയിൻ CH4 എന്നാണ് ഫോമുല. ഇത് എയറിൽ ബേൺ ചെയ്യുന്നു അഥവാ കമ്പസ്റ്റന് വിധേയമാകുന്നു. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് പ്രോഡക്റ്റായി കിട്ടുന്നത്, CO2 + H2O. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ഒരു കാർബൺ കറസ്പോണ്ടിങ് ആയി ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. സോ H2Oയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2H2O. ലെഫ്റ്റിൽ ഓക്സിജൻ 2 എണ്ണമാണ്, റൈറ്റിൽ 2 + 2 4 ഉണ്ട്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നൗ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമ്മളിതിനെ മോൾ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഒരു മീഥെയിൻ മോളിക്യൂൾ 2 മോൾ ഓക്സിജനുമായി 1 മോൾ CH4 2 മോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് 1 മോൾ CO2 2 മോൾ H2Oയും കിട്ടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം 32 gram CH4 കമ്പസ്റ്റിന് വിധേയമായാൽ എത്ര ഗ്രാം H2O കിട്ടും എന്നാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും 1 മോൾ CH4 2 മോൾ H2Oയാണ് തരുന്നത്. നമുക്ക് ആദ്യം അത് നോട്ട് ചെയ്യാം. 1 മോൾ
CH4 gives 2 mole H2O. 1 മോൾ CH4 2 മോൾ H2O തരുന്നു. ഇത്രയും എഴുതിയാൽ നമുക്ക് അരമാർക്ക് കിട്ടും. ഇനി തന്നിരിക്കുന്ന മാസിലെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഓഫ് മോൾസ് ഇൻ 32 gram CH4 it is equal to mass in grams divided by molar mass. CH4 ആണ് അതിൻ്റെ മോളാർ മാസ് എന്നത്. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ഇൻറ്റു 1 പ്ലസ് ഹൈഡ്രജൻ്റേത് 1 ഇൻറ്റു 4 ഇറ്റ് ഈസ് ഈക്വൽ ടു 16. സോ 32 gram by 16 gram ഇറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾ. 32 gram CH4ൽ അടങ്ങിയിരിക്കുന്നത് 2 മോൾ CH4 ആണ്. നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കണ്ടിരുന്നു 1 മോൾ CH4 2 മോൾ H2O തരും. Therefore 2 മോൾ CH4 gives 2 into 2 that is 4 മോൾ H2O. നമുക്ക് അടുത്തായിട്ട് എഴുതാം. 2 മോൾ CH4 gives 2 into 2 that is 4 മോൾ H2O. ഇവിടെ 32 gram CH4ൽ നിന്നും 4 മോൾ H2O കിട്ടുന്നു. അതിൻ്റെ മാസ് കണക്കാക്കിയാൽ മതിയാകും. Therefore mass of H2O obtained it is equal to 4 into H2Oയുടെ മോളാർ മാസ് 4 into 18 gram it is equal to 72 gram. ഒന്നുകൂടി പ്രോബ്ലം ശ്രദ്ധിക്കുക. 32 gram CH4 പൂർണ്ണമായി കമ്പസ്റ്റിന് വിധേയമായാൽ എത്ര ഗ്രാം H2O പ്രൊഡ്യൂസ് ചെയ്യും? നമ്മൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. CH4 കമ്പസ്റ്റിന് വിധേയമായി CO2 H2Oയും കിട്ടുന്നു. ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്യൂട്ടബിൾ കോഎഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ CH4 പ്ലസ് 2O2 ഗീവ്സ് CO2 പ്ലസ് 2 H2O. ഇവിടെ 1 മോൾ CH4 2 മോൾ H2O തരുന്നു. നമ്മളത് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കി എഴുതാൻ പറ്റും. 1 മോൾ CH4 ഗീവ്സ് 2 മോൾ H2O. പൂർണ്ണമായി സെൻറ്റൻസ് എഴുതണമെന്നില്ല. 1 മോൾ CH4 എന്നെഴുതി ഒരു ആരോ ഇട്ട് 2 മോൾ H2O എന്ന് എഴുതിയാലും മതിയാകും. തന്നിരിക്കുന്ന മാസിലെ നമ്പർ ഓഫ് മോൾസ് അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ നമ്പർ ഓഫ് മോൾസ് ഇൻ 32 gram CH4 it is equal to given mass by CH4ൻ്റെ മോളാർ മാസ് 32 gram by 16 gram it is equal to 2 മോൾ. 1 മോൾ CH4 2 മോൾ H2O തരും. അതുകൊണ്ട് 2 മോൾ CH4 2 into 2 4 മോൾ H2O തരുന്നു. Therefore mass of H2O obtained is equal to 4 into H2Oയുടെ മോളാർ മാസ് 4 into 18 gram it is equal to 72 gram. Next question, how many grams of CH4 are required to produce 22 gram CO2 after combustion? 22 gram CO2 കിട്ടുന്നതിന് എത്ര ഗ്രാം CH4 ആണ് ആവശ്യമുള്ളത്? നമ്മൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. CH4 ഓക്സിജനുമായി കമ്പൈൻ ചെയ്താണ് CO2 കിട്ടുന്നത്. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ CH4 plus O2 gives CO2 plus H2O. ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, അവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. സോ 2H2O. ഓക്സിജൻ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. സോ 2O2. ഇതിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കും 1 മോൾ CO2 കിട്ടുന്നതിനായി 1 മോൾ CH4 ആണ് ആവശ്യമുള്ളത്. 1 മോൾ CO2 കിട്ടുന്നതിനായി 1 മോൾ CH4 ആവശ്യമുണ്ട്. നമുക്ക് എഴുതാൻ പറ്റും 1 മോൾ CH4 ഈസ് required to get 1 മോൾ CO2. പൂർണ്ണമായി സെൻറ്റൻസ് എഴുതണമെന്ന് നിർബന്ധമില്ല.
1 mole CH4 is required to get 1 mole CO2. തന്നിരിക്കുന്ന മാസിലെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇൻ 22 gram CO2, it is equal to given mass 22 gram divided by CO2-ൻ്റെ മോളാർ മാസ്. കാർബൺ അറ്റോമിക് നമ്പർ 12 പ്ലസ് ഓക്സിജൻ 16 into 2, 12 plus 32, it is equal to 44 gram. So 22 by 44, 0.5 mole. സോ നമുക്ക് എഴുതാൻ പറ്റും 0.5 മോൾ CO2 കിട്ടുന്നതിനായി 0.5 മോൾ CH4 ആണ് ആവശ്യമുള്ളത്. Therefore 0.5 മോൾ CH4 is required to get 0.5 മോൾ CO2. 0.5 മോൾ CO2 കിട്ടുന്നതിനായി 0.5 മോൾ CH4 ആവശ്യമുണ്ട്. Therefore mass of CH4 required is equal to 0.5 into CH4-ൻ്റെ മോളാർ മാസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 16 gram ആണ്. സോ 0.5 into 16 gram, it is equal to 0.8 gram. ഒന്നുകൂടി പ്രോബ്ലം ശ്രദ്ധിക്കാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി അതുപ്രകാരം 1 മോൾ CH4 ആണ് 1 മോൾ CO2 കിട്ടുന്നതിന് ആവശ്യമുള്ളത്. തന്നിരിക്കുന്ന മാസിലെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 22 gram ഡിവൈഡഡ് ബൈ CO2-ൻ്റെ മോളാർ മാസ് 0.5 മോൾ CO2 ആണ് ഇവിടെ ആവശ്യമുള്ളത്. സോ 0.5 മോൾ CO2 കിട്ടണമെങ്കിൽ 0.5 മോൾ CH4 ആവശ്യമുണ്ട്. സോ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു CH4-ൻ്റെ മോളാർ മാസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.8 അല്ല 8 gram ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 required to produce 240 gram magnesium oxide by burning magnesium metal. മഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്ത് 240 gram മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നതിന് വേണ്ടി എത്ര മോൾ ഓക്സിജനാണ് ആവശ്യമുള്ളത് എന്ന് കണ്ടെത്തണം. നമുക്ക് ആദ്യം കെമിക്കൽ ഇക്വേഷൻ എഴുതാം. മഗ്നീഷ്യം മെറ്റൽ എയറിൽ ബേൺ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു. Mg burns in oxygen to produce MgO. ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. സോ 2 MgO. ഓക്സിജൻ്റെ എണ്ണം ഈക്വലായി. മഗ്നീഷ്യം ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ 2 എണ്ണമുണ്ട്. സോ 2 Mg പ്ലസ് O2 ഗീവ്സ് 2 MgO. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 2 മോൾ MgO കിട്ടുന്നതിന് വേണ്ടി 1 മോൾ ഓക്സിജനാണ് ആവശ്യമുള്ളത്. നമുക്ക് എഴുതാം 1 മോൾ O2 ഈസ് required to produce 2 മോൾ MgO. 2 മോൾ MgO കിട്ടുന്നതിന് വേണ്ടി 1 മോൾ ഓക്സിജനാണ് ആവശ്യമുള്ളത്. തന്നിരിക്കുന്ന മാസിലെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇൻ 240 gram MgO, it is equal to given mass 240 gram divided by MgO-യുടെ മോളാർ മാസ്. നമ്മൾ MgO-യുടെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മഗ്നീഷ്യം 24 എന്ന് തന്നിട്ടുണ്ട്. സോ 24 പ്ലസ് ഓക്സിജൻ 16, 24 പ്ലസ് 16, ഇറ്റ് ഈസ് ഈക്വൽ ടു 40. Therefore മോളാർ മാസ് 40 gram ആണ്. സോ 240 gram divided by 40 gram, it is equal to 6 mol. 240 gram മഗ്നീഷ്യം ഓക്സൈഡിൽ ഉള്ളത് 6 മോളാണ്.
നമ്മൾ കണ്ടിരുന്നു 2 മോൾ MgO കിട്ടാൻ വേണ്ടി 1 മോൾ ഓക്സിജൻ ആവശ്യമുണ്ട്. ദെയർഫോർ 6 മോൾ MgO കിട്ടാനായി ആവശ്യമുള്ള ഓക്സിജൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6/2, ദാറ്റ് ഈസ് 3 മോളാണ്. ദെയർഫോർ 3 മോൾ O2 ഈസ് required to produce 6 മോൾ MgO. 6 മോള് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നതിനായി 3 മോള് O2 ആണ് ആവശ്യമുള്ളത്. നമുക്ക് ഇതേ രീതിയിലുള്ള പ്രോബ്ലം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് എത്ര ഗ്രാം റിയാക്റ്റൻ്റ് വേണം, അതല്ലെങ്കിൽ എത്ര മോൾ റിയാക്റ്റൻ്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര ലിറ്റർ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് വരാറുള്ളത്. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി നമ്മൾ നമ്പർ ഓഫ് മോൾസിന് കറസ്പോണ്ടിങ് ആയി എഴുതി തന്നിരിക്കുന്ന മാസിലെ അല്ലെങ്കിൽ വോളിയത്തിലെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുകയാണ് വേണ്ടത്.